സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗായ്സ്. കുറേ കാലമായി കണ്ടിട്ട്. ഇന്ന് നമ്മൾ അടിച്ചു മാറ്റാൻ നമ്മുടെ ഫെറാറിയുടെ ആ ബസ് ഞാൻ പറയത്തില്ല ഗായ്സ്. ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സസ്പെൻസോടിയിരുന്ന് നിങ്ങൾ കാണും. ഞാൻ കുറേ കാലമായി വന്നിട്ട് എന്തായാലും നമുക്ക് നേരെ പോയി റിയൽ ഷിൻചാൻ്റെ അടുത്ത് പോയി നമ്മൾ പോണ കാര്യം പറഞ്ഞിട്ട് വരാം. അതുവരെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. റിയ, ഷിൻചാൻ ആൻഡ് പിഞ്ചാൻ സ്ഥലം വരെ പോയിട്ട് വരാം. പോയിട്ട് വാ ഫ്രാങ്ക്ലിൻ. സോ ഗൈസ്, അങ്ങനെ റിയ ആൻഡ് ഷിൻചാൻ പിഞ്ചാൻ നമ്മളെല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കളക്ഷൻ കണ്ടിട്ട് വരാം. കുറേ കാലമായി നിങ്ങളെൻ്റെ കളക്ഷൻ കണ്ടിട്ട് എന്നെനിക്കറിയാം. ആരാധകരെ ശാന്താവും. നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്നു ഗായ്സ്. ഇത് നമ്മൾ ആദ്യം കളക്ട് ചെയ്ത കളക്ഷനാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയണം ഗായ്സ്, ഈ റോൾസ് റോയ്സ് ഇപ്പം ഔട്ട്ഡേറ്റഡായി. പുതിയ റോൾസ് റോയ്സിൻ്റെ വേഷം വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫെറാറിയുടെ കളക്ഷൻ തീർക്കാം. അത് കഴിഞ്ഞിട്ട് വേർഷൻ നമുക്ക് ആ റോൾസ് റോയ്സിൻ്റെ പുതിയ വേഷം അടിച്ചു മാറ്റാൻ പോകണം. അതിൻ്റെ വീഡിയോസ് എന്തായാലും വരും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ഓണൊക്കെ വെച്ചാൽ എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല ഗൈസ്. അത് കാരണം പറയുന്നത്, നിങ്ങൾ നല്ലതിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. എന്ത് പറയാൻ, ഞാൻ ഭയങ്കര ഡ്രൈവ് സ്കില്ലുള്ള ആളാണ്. ഇപ്പം സ്കിൽ പോയനെ ഇപ്പം ഡ്രൈവിംഗ് സ്കിൽസ്, ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസ്. നമ്മൾ വീഴാൻ പോകണമല്ലൊക്കെ അഭിനയിക്കും. ഭയങ്കര അഭിനയമാണ്. ഇവരുടെ സിനിമയിലൊക്കെ വിളിച്ചാണ് ഗൈസ്. ഞാൻ സിനിമയൊന്നും ചെല്ലാത്ത നമ്മൾ സെലിബ്രേറ്റ് ഒക്കെ ആവേണ്ട ആളാണ്. നമുക്ക് ഈ ഗാങ്സ്റ്റർ ലൈഫ് എൻജോയ് ചെയ്ത് പോകും. അതാണ് നമ്മുടെ ഇത്. അയ്യോ, മൂഞ്ചി ചമ്മി ഗൈസ്. ഇന്ന് മൊത്തം ചമ്മി. എനിക്കൊന്ന് രാവിലെ തന്നെ ഡൊമിങ്കോസിനെ കാണാൻ ഇറങ്ങിയ കാരണമാണെന്ന്. എന്തായാലും നമുക്ക് നേരെ എൻ്റെ മേലെ വലിഞ്ഞു കയറാം. അത്രയുള്ളൂ. ഡൊമിങ്കോസെ മോനെ, ഞാൻ എത്തിയടാ. നമ്മളെ ഫെറാറി ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചറസ് സ്ഥലത്താണ്. അത് നമ്മുടെ മിലിറ്ററി ബേസിലാണ് കേട്ടാ. ഇതേക്കാ കാർ വെച്ച് ഇടിച്ചു തെറിപ്പിച്ചാലേ വെടി വെച്ച് കൊന്നേക്കാം. അല്ലെങ്കിൽ നിന്നെ പിടിച്ച് പോലീസ് ആ കേസാവും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പോയി അടിച്ചു വെച്ചിട്ട് വാ. ഡൊമിങ്കോസ് നിങ്ങളൊക്കെ കേട്ടല്ലേ. ഇന്ന് കുറച്ച് റാങ്ങായ സ്ഥലത്താണ് പോകുന്നത്. റാങ്ങായ സ്ഥലത്ത് എന്ന് വെച്ചാൽ മിലിറ്ററി ബേസ്. അങ്ങനെ ആരും സാധാരണ ആൾക്കാരൊന്നും കടന്നു പോവാത്ത, കുറച്ച് വട്ട് കൂടിയ ആൾക്കാർ മാത്രം പോകുന്ന ഒരു സ്ഥലം. പക്ഷെ അവിടെ ഇങ്ങനെ ഫെറാറിയുടെ അധിവേശനം തന്നെ. എന്തായാലും നമുക്ക് ഈ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കാറ് കയറിയിട്ട് ഈ കാറെന്ത് നേരെ ഇടാം. അല്ലാതെ പിന്നെ മിലിറ്ററി ബേസിൽ നടന്നു പോകാൻ എനിക്ക് ക്ഷീണം അടുത്താണ്. ഞാൻ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഭയങ്കര സ്ലോ ആണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് താഴത്തേക്ക് നമ്മൾ ഭയങ്കര സ്പീഡിലാണ് കാണിക്കുക. ഫ്ലാഷ് ശരിക്കും നമ്മളാണ് പവറൊക്കെ സെറ്റ് കൊടുത്തത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുക. അതൊക്കെ അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ഒരു മിനിറ്റ്, ഇത് ഇരട്ട സഹോദരങ്ങളുടെ കാറോ അടുപ്പിച്ചിരിക്കുക. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മിലിറ്ററി ബേസിലേക്ക് പോവാം. എവിടെ സ്കിൽസാണ്. ഇപ്പം ഡ്രൈവിംഗ് സ്കിൽസാണ് ഇതൊക്കെ. ഈ ഡ്രൈവിംഗ് സ്കിൽസിന് വേണ്ടി ഒരു ലൈക്ക് തരില്ലേ? ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ടാർഗറ്റ് തരാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് 10 ലൈക്ക് കൂടെ ലൈക്കാണ്. നോക്കട്ടെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോയെന്ന്. ഫ്രാങ്ക്ലിൻ പറഞ്ഞോളൂ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് എല്ലാത്തിനും. കാറ് നിങ്ങളവിടെ കണ്ടെന്ന്. അയ്യോ, പണിപ്പാളി. ബാഡ് ലക്കാണ് ഗൈസ്, എപ്പോഴും ബാഡ് ലക്കാണ്. ഇനി നമുക്ക് പതിയെ ഓടിപ്പോവാൻ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് പോകണേ. നിങ്ങൾക്ക് കണ്ടാവശ്യം ഞാൻ ഇത് സ്ലോ ആയിട്ട് പോകണം. പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരുമ്പോൾ മെനി മോർ അവേഴ്സ് ലേറ്റർ ഞാൻ വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എങ്ങോട്ട് പോവാം? നമ്മുടെ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഇവിടെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. ഒരു ദിവസം നമുക്ക് അതൊക്കെ അടിച്ച് മാറ്റാം. അതൊക്കെ റോൾസ് റോയ്സ് ഒക്കെ പോയല്ല. അത് കുഴപ്പമില്ല, അതൊക്കെ വീട്ടിൽ ചെന്ന് ശരിയാക്കാം. ഇത്ര സേഫായിട്ട് നമ്മൾ ചെന്നല്ല, അത് തന്നെ എന്തോ ഒരു ഭാഗ്യം. പക്ഷെ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഇത്ര അടുത്തെത്തിയിട്ട് പോലും നമ്മുടെ പോലീസ് എന്തുകൊണ്ട് ഇപ്പം എല്ലാ ഡൗട്ടും തീർന്നിട്ടുണ്ട്. അയ്യോ, പോലീസ് വന്നേ, ഊറാ മോനെ. അയ്യോ, ഡോറ് പൊളിഞ്ഞു പോലെ. ഡ്രൈവ് സ്കിൽസ് വേറെ ഒന്നുമില്ല, ഡ്രൈവിംഗ് സ്കിൽസ് ആണ് ഗൈസ്. യോ ചമ്മി വിട്ടോ വറുത്തോട്ടോ, വേറെ ഒന്നുമില്ല. സോ ഗൈസ്, ഇറ്റ്സ് ദ ടൈം ടു ബി സൈക്കോ മോഡിലേക്ക് കയറേണ്ട സമയമായിരിക്കുന്നു ഗൈസ്.
ഇനി ഒരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല. അയ്യോ ഇപ്പം പഞ്ച് ഡയലോഗൊക്കെ അടിച്ച് അതിൻ്റെ മേലെ താഴെ നടുവൊക്കെ ഒടിഞ്ഞാനെ. എവിടെ പോലീസ്? പോലീസിനെ കണ്ട അപ്പം തോക്കെടുത്ത് വെടിവെക്കും. എവിടെയാടാ പോലീസ്? കിടക്കണ പോലീസ്. വെടിവെക്ക്. വയലൻസ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ബട്ട് വയലൻസ് എന്നെ കൊണ്ട് അവർ ജീവിക്കുന്നു. എന്തിനാണ് ഈ കാറടിച്ച് പറ്റുമ്പോൾ പോലീസ് വന്നത്? ഇത് വച്ച് വെടിവെക്ക്. ഇതെന്താ കാറ് വെടിവെക്ക്. അയ്യോ ഒന്നും കണ്ടില്ല. ചമ്മി. ഇതെന്താ ടെലിപ്പോർട്ടാവോ? കാറിന് എന്താ പവറുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു അടുത്തോട്ട് നമ്മൾ പോലീസുകാരാണ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെലിപ്പോർട്ടായി പോവാലോ. സോ ഗൈസ് അങ്ങനെ എയിം ചെയ്ത് നല്ല ചമ്മി. ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ടൂടു സീനാണല്ലോ ഇത്. അടിച്ചു അത്രയുള്ള അടി. ഇതെന്ത് കൊള്ളാത്ത. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നേരെ വീട്ടിലേക്കല്ല. വീട്ടിൽ ചെന്ന് ആരാ പോലീസ് ആരാ വരാൻ പോണേന്ന് നോക്കട്ടെ. ഇനിയും സൈക്കോ മോഡ് ചിലപ്പോൾ വീണ്ടും കയറേണ്ട വരും. അപ്പോൾ ആ സൈക്കോ മോഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഈ വിനോദം കാണാം. അല്ല പിന്നെ കാണാൻ പറ്റില്ലല്ലോ. അത്രയുള്ള ഇപ്പം ചെന്ന് ചമ്മി മേടിച്ചേനെ. നമ്മൾ ഭയങ്കര ടൈം സ്കിൽസ് ഉള്ള ആളായ കാരണം പിന്നെ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ കാർ കളക്ഷൻ ഈ കാർ കളക്ഷൻ അല്ല, ഇപ്പുറത്തെ ഒരു കാർ കളക്ഷൻ എവിടെയായിരുന്നു. അത് നമ്മൾ പതിയെ GTA 5 സിറ്റി നോക്കി പഞ്ച് ഡയലോഗ് അടിച്ച് പോലീസ് വന്ന പകുതിക്കാരല്ലേ ഉള്ളൂ. പകുതിക്കാർ നമ്മുടെ കസ്റ്റഡി ഉണ്ടല്ല, നമ്മുടെ ബുദ്ധിയാണ്. പിന്നെ GTA 5 സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളാരും പോയി അടിച്ചു പറ്റരുത്. ഞാൻ ഭയങ്കര സീനാണ്. ജഗ ജില്ലാടിയാണ്. അറിയാലോ നിങ്ങൾക്ക് നമ്മളെ സീനാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഗ്രാമമൊന്നുമല്ല, കീപ്പ് അത് മൈൻഡ്. അതൊക്കെ അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്കിത് നേരെ കറക്റ്റായിട്ട് പാർക്കണം. പെർഫെക്ഷൻ അതാണ് എല്ലായിടത്തും വേണ്ടത്. എല്ലാ കാര്യങ്ങൾക്കും പെർഫെക്ഷൻ വേണം. കൊല്ലുന്നതിൽ വരെ പെർഫെക്ഷൻ വേണം. അതൊക്കെ നിങ്ങൾക്കറിയാമോ? നമ്മൾ ഭയങ്കര സീനാണ്. അവൻ്റെ സെലിബ്രിറ്റിക്ക് അവൻ്റെ ആളാണ്. എന്താ പറയുക, ഗാങ്സ്റ്റർ ലൈഫ് നമുക്ക് ഇഷ്ടമാണ്. വേറെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് നേരെ പോയി റിയേനെ പിഞ്ചാനെ നമ്മുടെ ഫെറാറി കാണിക്കാനല്ല ഫെറാറി കാണാൻ വിളിച്ചു പറ്റാം. മനസ്സിലായല്ലോ? അതൊക്കെ അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് നേരെ മേലെ കയറി പോകാൻ വേണ്ട. ഞാൻ ഭയങ്കര സ്ലോ ആണ്. ഇതൊക്കെ പറഞ്ഞ് കയറി വരുമ്പോൾ 1 മണിക്കൂർ എടുക്കും. അങ്ങനെ പിഞ്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരിക. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ ഇവരെയൊക്കെ വിളിച്ചിട്ട് വരാം. ഞാൻ പിഞ്ചാനും വരാന്നൊക്കെ പറഞ്ഞത് നമുക്കിന്ന് ഭയങ്കര സ്പീഡ് ഫ്ലാഷ്. ഞാൻ പറഞ്ഞ ഫ്ലാഷിൻ്റെ വർക്ക് നമ്മുടെയാണ്. എന്തായാലും നമുക്ക് നേരെ സ്പീഡിൽ പോയി ഇവിടെ എങ്ങാനും വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് അങ്ങനെ റിയ ഷിൻചാനും പിഞ്ചാനും എടുത്തിട്ടുണ്ട്. പിഞ്ചാൻ എങ്ങനെയാണ് എൻ്റെ നമ്മുടെ കാറ് RGB കാർസ് എൻ്റെ ഫേവറേറ്റ് എന്ന് അറിയാലോ ഫ്രാങ്ക്ലിൻ. പിന്നെ എന്ത് ചോദിക്കുന്നത്, ഇത് കില്ലാടി കാറ് തന്നെ. ബ്ലാക്ക് ഫെറാറിയുടെ അത്ര മഞ്ഞിനെങ്ങനെ ഫ്രാങ്ക്ലിൻ, ഇത് കില്ലാടി തന്നെയാണ്. എന്ത് പറയാൻ, എല്ലാവരും എൻ്റെ ഫാൻസാണ്. അപ്പോൾ റിയക്കും ഷിൻചാനും പിഞ്ചാനും നമ്മളെ കാർ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കാർ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ റോൾസ് റോയ്സിൻ്റെ പുതിയ വേർഷൻ അടിച്ചു മാറ്റാൻ വീഡിയോ വരും. പിന്നെ ഹെലികോപ്റ്ററൊക്കെ ഞാൻ ചിലപ്പോൾ അടിച്ചു മാറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെഷ്യൽ വീഡിയോസ് വരും. പിന്നെ ഞാൻ എൻ്റെ ലുക്കൊക്കെ ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോഴേ ഫ്രീക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ടാറ്റാ.